റീസെൻ്റ്ലി റിലീസായ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ഫിലിമിൻ്റെ ഓഫർ വന്നിരുന്നു. പക്ഷേ ദിസ് വാസ് ദ ഫസ്റ്റ് ഓഡിഷൻ ഇൻ മൈ ലൈഫ് ദാറ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാനത് തകർത്തു എന്നുള്ള ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ലാസ്റ്റ് മൊമെന്റിൽ സ്ക്രിപ്റ്റിൽ എന്തൊക്കെയോ ചേഞ്ചസ് വന്നിട്ട് ഐ ഗോട്ട് റീപ്ലേസ്ഡ് ഇൻ ദാറ്റ് ഫിലിം. കംപ്ലീറ്റ്ലി കയ്യിന്ന് പോയി. ധൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ഇങ്ങനെ ലോ ആയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. സാർ ഇങ്ങനെ ഒരു ഫിലിം ഉണ്ടായിരുന്നു, അതിൽ ഐ ഗോട്ട് റീപ്ലേസ്ഡ്, ബട്ട് അതിൻ്റെ ചെറിയ മൂഡ് ഓഫ് ഉണ്ട് എന്ന രീതിയിൽ. പ്രിയ യു ഷുഡ് വാച്ച് ദിസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ബിറ്റ്സ് കാണിച്ചു തന്നിട്ട് സാർ പറഞ്ഞു യു ആർ എ വെരി ഗുഡ് പെർഫോമർ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും മനസ്സിൽ വെക്കണ്ട. ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ കേൾക്കുന്നത് ജാടയാണ് എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ കേൾക്കുന്നത്. അതെ, അങ്ങനെ പേഴ്സണലി എന്നെ ആൾക്കാർ മീറ്റ് ചെയ്യുമ്പോഴാണ് ഓ പ്രിയ ഇങ്ങനെ ഒരാളായിരുന്നല്ലേ, ഞാൻ ഇങ്ങനെ ഒരാളായിരുന്നു എന്നല്ല വിചാരിച്ചത്. ഇതെനിക്ക് സ്ഥിരം കിട്ടുന്നൊരു കോമന്റ് ആണ്. ഞാൻ പിന്നെ വിചാരിച്ചു ഇതൊന്നും ഒരു തിരിച്ചുവരവില്ല, എന്നാ പിന്നെ നമുക്ക് പണി നിർത്തിയാലോ എന്നുള്ള അങ്ങനെ ഒരു ഇതിലൊക്കെ ഇരിക്കുമ്പോഴാണ് 4 years സംഭവിക്കുന്നത്. നന്നായി കിഡിലുമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആവുന്നതിൽ എന്താണ് പ്രശ്നം? ഇതിനെ പറ്റിയിട്ടുള്ള ന്യൂസ് എസ്പെഷ്യലി ഏറ്റവും ലാസ്റ്റ് അറിയുന്നത് ഞാനായിരിക്കും. ഫ്രണ്ട്സ് ഒക്കെ അയച്ചു തരുമ്പം ഞാൻ കാണാറുണ്ട്. മനുഷ്യർ തഴയുന്നതാണോ സിനിമ തഴയുന്നതാണോ കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത്? ഈ ഒരു 1% മനുഷ്യർ തഴയുന്നത് തന്നെയായിരിക്കും. അതിൽ തഴയപ്പെട്ടത് ചതിക്കപ്പെട്ടതിന്റെ ഒക്കെ ചെറിയ ചെറിയ ഇങ്ങനെ പിന്നെ ഉണ്ട്. പേഴ്സണലി നമുക്കൊരു ഡൗൺഫോൾ വരുമ്പം അത് ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര പുറകിലോട്ടാണ്. വെരി 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 പുവർ. 96 ഒക്കെ ഞാൻ അന്നും ഇന്ന് കാണുമ്പോൾ ഇരുന്ന് മൂങ്ങാന്നുള്ള അവസ്ഥയുള്ളൂ. ഷബാന ആസ്മി ഉണ്ട്, ദീപിക പദുക്കോൺ. അപ്പൊ അതിലാരാവും അങ്ങനെ? ഐ വുഡ് ലൈക്ക് ടു ബി ആൻ ആലിയ ഭട്ട്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. കണ്ണിമ വെട്ടൽ കൊണ്ട് ഒരു പ്രാവശ്യം പ്രസിദ്ധിയിലേക്ക് എത്തിയയാൾ പിന്നെയും കണ്ണിമ വെട്ടം കൊണ്ട് നമ്മുടെ ശ്രദ്ധ നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഗുഡ് ബാഡ് അഗ്ലിയുടെ വലിയ സ്വീകാര്യതയ്ക്ക് ശേഷം പ്രിയ വാര്യർ, നമസ്കാരം. നമസ്കാരം. ഭയങ്കര സീരിയസ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നല്ലോ. ഒരു കണ്ണിമ വെട്ടൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് ഒരു ആക്സിഡന്റിലായിരുന്നു, ഭയങ്കര യൂണിവേഴ്സൽ ഹിറ്റ് ആയിരുന്നു അത്. അതിനുശേഷം പിന്നെയും ഈ ഗുഡ് ബാഡ് അഗ്ലിയിൽ അതേപോലെ ഒരു ഷോട്ട്, അതും ആളുകൾ എടുക്കുന്നു, ചർച്ച ചെയ്യുന്നു, ആ കുട്ടി തന്നെയല്ലേ ഈ കുട്ടി, അപ്പം അത് വെറുതെ റാൻഡായി സംഭവിച്ചല്ല എന്ന് പറയുന്നു. ഈ കണ്ണിമ വെട്ടൽ തന്നെയാണ് പിന്നെയും ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ആലോചിച്ചിരുന്നു ആ സിനിമയുടെ ഷൂട്ടിൽ എവിടെയെങ്കിലും? ഇല്ല, അങ്ങനെ ആലോചിച്ചിരുന്നില്ല. ആക്ച്വലി ആ സോങ്ങിന്റെ ഒറിജിനലിൽ സിമ്രൻ മാം ചെയ്യുന്നുണ്ട് ഒരു വിങ്കും ഒരു കിസ്സും. അത് തന്നെ നമ്മളും ചെയ്തു. അതല്ലാതെ എന്റെ വിങ്കായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. ആളുകള് പ്രിയവാരുടെ ഒരു രണ്ടാമത്തെ എഡിഷനായിട്ട് ഇപ്പം നീക്കില് ഉൾപ്പെടെയുള്ള പ്രകടനങ്ങൾ എടുത്തിട്ട് ആളുകൾ പറയുന്ന ഇതിലുള്ള പോലെ പ്രിയവാര 2.0 വേർഷൻ ആണെന്നൊക്കെ ആളുകൾ പറയുന്നു. പ്രിയവാര ആളുകൾ കുറച്ചും കൂടി വാമത്തോടുകൂടി സ്വീകരിക്കുന്നു. അത്രയും ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരാളായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഫേസ്ബുക്കിൽ കുറിപ്പുകൾ എഴുതുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ അതൊക്കെ? എനിക്ക് ആക്ച്വലി ഫ്രണ്ട്സ് അയച്ചു തരുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളല്ല. എന്നെ പറ്റിയിട്ടുള്ള ന്യൂസ് എസ്പെഷ്യലി ഏറ്റവും ലാസ്റ്റ് അറിയുന്നത് ഞാനായിരിക്കും. അപ്പം ഫ്രണ്ട്സ് ഒക്കെ അയച്ചു തരുമ്പം ഞാൻ കാണാറുണ്ട്. ഫേസ്ബുക്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പോസ്റ്റ് കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ കണ്ടിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാൾ സോഷ്യൽ മീഡിയ എത്രമാത്രം ഫോളോ ചെയ്യുന്നുണ്ട്? ഇല്ല, അധികം ഇല്ല ആക്ച്വലി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ അതില് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ലിമിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓൾറെഡി ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട്. ആൻഡ് എന്തെങ്കിലും ഒരു ന്യൂസ് കണ്ടാലോ എന്തെങ്കിലുമൊക്കെ മതിയാവും നമ്മുടെ ഡേ പോവാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമെന്റോ എന്തെങ്കിലും കണ്ടാൽ മതിയാവും. സോ അതുകൊണ്ട് ഞാൻ മാക്സിമം ലിമിറ്റ് ചെയ്യും എൻഗേജ്മെന്റ് സോഷ്യൽ മീഡിയയിൽ. അധികം അങ്ങനെ ടൈം സ്പെൻഡ് അതിലിരുന്ന് ഇങ്ങനെ ലൂപ്പിലിരുന്ന് സ്ക്രോൾ ചെയ്യാറില്ല. സോ കോൺഷ്യസ്ലി അത്രയും മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കും. മലയാളത്തിൽ നിന്ന് എന്താ പ്രിയക്ക് വേണ്ട ഓഫർ വരുന്നത്? നല്ല റോളും നല്ല ക്യാരക്ടേഴ്സും കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കാരണം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് എൻ്റെ കാലിബർ ആസ് എൻ ആക്ടർ എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ, അത്രയും സ്റ്റഫുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. സോ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. 4 years കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ക്യാരക്ടർ ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴെങ്കിലും ഞാൻ കുറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആ ഫീലിംഗിലൂടെ കടന്നു പോയിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ സ്പേസസിലൊക്കെ? എപ്പോഴും ഓൾമോസ്റ്റ് ഓൾ ഡേ എവറി ഡേ എനിക്ക് തോന്നാറുണ്ട്. ലവും അറ്റൻഷനും കിട്ടി അതിന്റെ ഒരു
ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നതായിട്ടാണോ തോന്നിയിട്ടുള്ളത്? എന്തായിരിക്കും അതിന്റെ കാര്യം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് ഒന്നാമത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. ഇപ്പം പറയുന്ന ഫസ്റ്റ് ഒരു ഫെനോമിന വൈറലായതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഹേറ്റ് വന്നതും ട്രോൾസ് വന്നതും ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇത് ഞാനായിട്ട് കൾട്ടിവേറ്റ് ചെയ്തെടുത്തൊരു കാര്യമല്ല. ഇത് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ അതിനെ സെലിബ്രേറ്റ് ചെയ്തു, പിന്നെ അവർ തന്നെ അതിനെ കുറ്റം പറഞ്ഞു. ഇതിലൊന്നും എനിക്കൊന്നും ഒരു പങ്കുമില്ല എന്നുള്ളതാണ്. ഞാനിതിനു വേണ്ടി ഒന്നും കോൺഷ്യസ്ലി ചെയ്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല വൈ ദർ ഇസ് ദിസ് പ്രീകൺസീവ്ഡ് നോഷൻ. ഇങ്ങനെ എന്താ ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ കേൾക്കുന്നത് ജാടയാണ് എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ കേൾക്കുന്നത്. അതെ, അങ്ങനെ. പിന്നെ നമുക്ക് ഡോർ ടു ഡോർ പോയി എല്ലാവരുടെ അടുത്തും പോയി പറയാൻ പറ്റില്ലല്ലോ, അതെ ഞാൻ ഇങ്ങനെയല്ല കേട്ടോ, ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യം ആയതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ യു ലെറ്റ് ഗോ ഓഫ് ഇറ്റ്. പിന്നെ പേഴ്സണലി എന്നെ ആൾക്കാർ മീറ്റ് ചെയ്യുമ്പോഴാണ് ഓ പ്രിയ ഇങ്ങനെ ഒരാളായിരുന്നല്ലേ, ഞാൻ ഇങ്ങനെ ഒരാളായിരുന്നു എന്നല്ല വിചാരിച്ചത്. ഇതെനിക്ക് സ്ഥിരം കിട്ടുന്നൊരു കോമെന്റ് ആണ്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല. ഐ ഫീൽ ലൈക്ക് ഒരു ലെവൽ ഓഫ് ബിറ്റർനെസ് കൺവേർട്ട് ആയതായിരിക്കാം. എന്താ ഓവർ നൈറ്റിൽ ഇത്രയും ഫെയിം ആൻഡ് റെക്കഗ്നിഷൻ കിട്ടി, അതിന് മാത്രം ഒന്നും ചെയ്തില്ലല്ലോ എന്നൊരു ബിറ്റർനെസ് ആയിരിക്കാം. കാരണം വർഷങ്ങളോളം ആൾക്കാർ സ്ട്രഗിൾ ചെയ്തിട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു മേക്ക് ഇറ്റ് ഇൻ ദി ഇൻഡസ്ട്രി. ആൻഡ് വാട്ട് ഡിഡ് ഷീ ഡു ഇത്രയും ഒരു എന്താ പറയാ ഇത് സംഭവിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ബിറ്റർനെസ് ഉണ്ടാവുമല്ലോ. ആൾക്കാർക്ക് അങ്ങനെ ഒരു ബിറ്റർനെസ് ഉണ്ടാവുമല്ലോ, വിച്ച് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ. എനിക്ക് ആലോചിച്ചിട്ട് എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. ആ ഒരു ബിറ്റർനെസ് മേ ബി നമ്മൾ എന്ത് ചെയ്താലും പ്രശ്നം എന്നുള്ളൊരു ലെവലിലേക്ക് കൺവേർട്ട് ആയതായിരിക്കാം. ഈ ആദ്യ സിനിമയ്ക്ക് ശേഷം 4 years വരെയുള്ള കാലഘട്ടം ഉണ്ടല്ലോ, ആ സമയത്ത് പ്രിയവാര്യരുടെ മൈൻഡ് സെറ്റ് എന്തായിരുന്നു സിനിമകളെ പറ്റി? കുറെയൊക്കെ ഈ പറയുന്ന പോലെ സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇത് നമുക്ക് പറ്റിയ പണിയാണോ, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം ഇത് ചെയ്യണം എന്നുള്ളതാണ്. ബട്ട് ആം ഐ ഫിറ്റ് ടു ബി ആൻ ആക്ടർ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് എടുത്താൽ പൊങ്ങോ എന്നുള്ള അങ്ങനെ ഒരു ജേർണിയിലായിരുന്നു കുറേ കാലം. ലൈക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് നെഗറ്റിവിറ്റി ആൻഡ് യുനോ ഫോർ സം റീസൺ പീപ്പിൾ നോട്ട് വാണ്ടിങ് ടു വർക്ക് വിത്ത് യു ബിക്കോസ് ഓഫ് ദാറ്റ് നെഗറ്റിവിറ്റി. അതായത് പിന്നെ ഒരു പടത്തിൽ കാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ആൾക്കാർ എങ്ങനെ റിസീവ് ചെയ്യും എന്നുള്ള ഒരു ഫസ്റ്റ് ഒരു തോട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആൾക്കാർക്ക് എൻ്റെ പേര് പറയുമ്പോൾ തന്നെ ഇത്രയും നെഗറ്റീവ് ആണ് എന്നുള്ളൊരു സാധനം കാരണം പീപ്പിൾ നോട്ട് വാണ്ടിങ് ടു കാസ്റ്റ് മീ ബിക്കോസ് ഓഫ് ദാറ്റ്. അങ്ങനെയൊക്കെ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഇതൊന്നൊരു തിരിച്ചുവരവില്ല, എന്നാ പിന്നെ നമുക്ക് പണി നിർത്തിയാലോ എന്നുള്ള അങ്ങനെ ഒരു ഇതിലൊക്കെ ഇരിക്കുമ്പോഴാണ് 4 years സംഭവിക്കുന്നത്. പിന്നെ അവിടുന്ന് ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഭയങ്കര എവിഡന്റ് ആയിട്ട് കണ്ടു തുടങ്ങി. ഇപ്പോ കുറച്ച് ശാന്തമാണ്. 4 years ഇനിയും സെലിബ്രേറ്റ് ചെയ്യപ്പെടണമായിരുന്നു, ഇനിയും ആളുകൾ കാണണമായിരുന്നു. അതിന് കുറേ കൂടി ലേയേഴ്സ് ഉണ്ട്. അത് കുറച്ചുകൂടി ട്രൂ ആയിട്ട് റൊമാൻസിനെ അപ്രോച്ച് ചെയ്ത് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇപ്പോഴും പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് 4 years. ആരെങ്കിലും ഇപ്പം എന്നെ വിളിച്ചിട്ട് പ്രിയയുടെ ഏത് ഫിലിമാണ് ഞങ്ങൾ കണ്ടിരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും 4 years പറയുള്ളൂ. കാരണം എന്തുകൊണ്ടും എനിക്ക് ഒരുപാട് നല്ല എക്സ്പീരിയൻസസ് ആൻഡ് നല്ല മെമ്മറീസ് ആൻഡ് നല്ലൊരുപാട് കൂട്ടുകാരെ കിട്ടിയൊരു ഫിലിമാണ് 4 years. സോ ഞാനത് ഫോർ എവർ ചെറിഷ് ചെയ്യുന്ന ഒരു ഫിലിമാണ്. ആൻഡ് കഥ വൈസ് ആണെങ്കിലും നിച്ചുവും ഞാനും സർജാനും ഞാനും ഒരുപാട് പേഴ്സണൽ എന്താ പറയാ എക്സ്പീരിയൻസസ് എന്നൊക്കെ ഇങ്ങനെ ചെകഞ്ഞെടുത്ത് ഡയലോഗ്സ് എഴുതി സാറിന്റെ കൂടെ ഇരുന്ന് രഞ്ജിത്ത് സാറിന്റെ കൂടെ ഇരുന്ന് ഡയലോഗ് എഴുതി അങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഭയങ്കര പേഴ്സണൽ ആണ് ആ ക്യാരക്ടേഴ്സ് ഞങ്ങൾക്ക്. അപ്പോ അതുകൊണ്ട് തന്നെ ഐ വിൽ ഫോർ എവർ ചെറിഷ് ദാറ്റ് ഫിലിം. ആൻഡ് ആൾക്കാർ എപ്പോഴും അതിനെപ്പറ്റി നല്ലത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമാണ്. ഒരു മൂവ് ഓൺ ആയ കപ്പിളിന്റെ കഥയാണല്ലോ അത്. മൂവ് ഓൺ ആയോന്ന് അറിയില്ല. ഇപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആക്ച്വലി. കാരണം റീസെന്റ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ 4 years ഉണ്ടാവോ, 2026 ആവാറായല്ലോ, എപ്പോഴാണ് അതിന്റെ ഷൂട്ട്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പൊ ഞാൻ രഞ്ജിത്ത് സാറിനോട് ചോദിച്ചിട്ട് പറയാം അത് സംഭവിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. കാരണം ഭയങ്കര മ്യൂസിക് ആണ് എനിക്ക്. കറക്റ്റ് ഇപ്പം ഞാനും നിച്ചും 22 ആയിരുന്നപ്പം
എങ്ങനെയായിരുന്നു എന്നുള്ളതും, അത് കഴിഞ്ഞ് 4 years കഴിഞ്ഞ് 26 ആയിരുന്നപ്പം ആവുമ്പം എങ്ങനെയായിരിക്കും എന്നുള്ളതും, അത് കഴിഞ്ഞൊരു രഞ്ജിത്ത് സാറിന് എൻ്റെ അടുത്ത് ഫസ്റ്റ് പറയുന്ന ഐഡിയയിൽ അതൊരു എന്താ പറയാ 3 part സീക്വൻസ് ആണ്. ട്രയോളജിയാണ്. യാ, സോ ഞാൻ ആലോചിക്കുന്നത് ഞാൻ അടുത്ത 30ാമത്തെ വയസ്സിൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ ഒത്തന്റിക്കലി ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഭയങ്കര മ്യൂസിക് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. ആസ് പീപ്പിൾ ഓൾസോ വി ഗ്രോ, ആൻഡ് ആ ഒരു ഗ്രോത്ത് അങ്ങനെ 3 സിനിമകളായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ പേഴ്സണൽ ലൈഫിൽ നിന്ന് എടുത്തു എന്നൊക്കെ പറയുമ്പോൾ സങ്കടമാണോ എടുത്തത്, സന്തോഷമാണോ എടുത്തത്? എല്ലാം എല്ലാം നമ്മള് ഇപ്പൊ റൊമാൻസ് ആണെങ്കിൽ അങ്ങനെ, സങ്കടമാണെങ്കിൽ അങ്ങനെ, എല്ലാം വാട്ട് എവർ വി കുഡ് ഇൻകൾക്കേറ്റ്. കാരണം രഞ്ജിത്ത് സാർ അതിന്റെ ഒരു ജിസ്റ്റ് എഴുതി തരും. രഞ്ജിത്ത് സാറിന്റെ സ്റ്റൈലില് ഡയലോഗ്സ് എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും, ഇതിപ്പം ഈ കാലത്തുള്ള പിള്ളേർ ഇങ്ങനെ സംസാരിക്കുമോ പ്രിയ എന്നുള്ളത് ചോദിക്കും. അപ്പൊ നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇല്ല സാർ, ഇത് ഇങ്ങനെ പറഞ്ഞാൽ വർക്കാവില്ല, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം. വിശാലിന്റെ ക്യാരക്ടറിനാണെങ്കിൽ നിച്ചുവിനും പറയാനുണ്ടാവും. അങ്ങനെ നമ്മൾ ഇരുന്നൊരു ഗിവ് ആൻഡ് ടേക്ക് എല്ലാ ദിവസവും ആഫ്റ്റർ ഷൂട്ട് അങ്ങനെ എഴുതി എടുക്കുമായിരുന്നു ഓരോ സീൻസും. അപ്പം അത്രയും എന്താ പറയാ പുട്ടൻ ചെയ്തിട്ടുണ്ട് ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു ഇറ്റ്. ഭയങ്കര ഭയങ്കര രസമായിരുന്നു. ഇതുവരെയും എനിക്ക് അങ്ങനത്തെ ഒരു സെറ്റ് കിട്ടിയിട്ടില്ല. ഇനി അങ്ങോട്ടും എനിക്ക് എന്തായാലും 4 years ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. കാരണം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുമായിട്ടും ഇപ്പോഴും അതേപോലത്തെ, സാധാരണ നമ്മളൊരു ഫിലിം കഴിഞ്ഞ് നമ്മൾ ബൈ ബൈ പറഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അടുത്ത ഒരു വർക്ക് സ്പേസിലൊറ്റ കാണുന്നവരെ, അതാണല്ലോ ഈക്വേഷൻ. യു നെവർ ഗെറ്റ് ദാറ്റ് അറ്റാച്ച് ടു പീപ്പിൾ. കാരണം ഒരു 25 to 30 days ഓഫ് ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ എപ്പോഴാണ് നമ്മൾ കാണാന്ന് അറിയില്ല. അപ്പോൾ ഓൾവേസ് ആ ഒരു ഇതുണ്ടാവുമല്ലോ നമുക്ക് മൈൻഡിൽ. 4 years എന്താ പറയാ സെറ്റില് എനിക്ക് കിട്ടിയ ആൾക്കാർ ദേ സ്റ്റിൽ വെരി ക്ലോസ് ടു മീ. എല്ലാവരുമായിട്ടും അതേ തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ അത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നിലവ് കന്നഡി എംനാൽ കോപം എന്നുള്ള പടം വരുന്നു. അതിൽ കുറേ ആക്ടേഴ്സിനൊക്കെ അവരുടെ പെർഫോമൻസിന് ഒരു വിമർശനം നേരിട്ടുണ്ടായിരുന്നു OTT റിലീസിന് ശേഷം. കുറച്ച് ഓവറായി പോയി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എല്ലാവരും ഒരേപോലെ യുനാനിമസ്ലി പ്രൈസ് ചെയ്തൊരു പെർഫോമൻസ് ആണ് പ്രിയയുടെ. അപ്പൊ സാധാരണഗതിയിൽ ഈ അങ്ങനെ ഒരു വിമർശനം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുള്ള ആളാണ് പ്രിയ. ആക്ടിങ്ങിൽ എന്താ മാറിയത്? ആക്ടിങ് സ്കൂളിൽ എങ്ങനെ ജോയിൻ ചെയ്തോ? ഒന്നും മാറിയിട്ടില്ല, ടു ബി വെരി ഓണസ്റ്റ്. ഞാൻ ഒരു രീതിയിലുള്ള കോഴ്സസോ വർക്ക്ഷോപ്സോ ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ പേഴ്സൺ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇൻ എ ഗുഡ് വേ ഐ വുഡ് സേ. നല്ല രീതിയിലുള്ള ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട്. ബിക്കോസ് ഓഫ് വാട്ട് എവർ ഹാപ്പൻ, എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസസ് കാരണം തന്നെ ഒരുപാട് സെറ്റിലായിട്ടുണ്ട് കുറെ കാര്യങ്ങൾ, ഇമോഷണലി ആണെങ്കിലും എല്ലാം. അപ്പോൾ ആ ഒരു ഗ്രോത്ത് ആസ് എ പേഴ്സൺ മേ ബി എൻ്റെ ക്രാഫ്റ്റിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവായിരിക്കാം. അത്രേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. ബിക്കോസ് അതല്ലാതെ ഞാൻ അതിനു വേണ്ടി ഒരു ട്രെയിനിങ് എടുക്കുകയോ പഠിക്കാൻ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. സോ ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ഇതിലേക്ക് എന്തായാലും ഇറങ്ങി തിരിച്ചു. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള സിനിമകൾ കാണുക, നുവാൻസസ് നമ്മൾ ഒബ്സർവ് ചെയ്യുക, അങ്ങനത്തെ എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മിനിമൽ എക്സസൈസസ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാന്നല്ലാതെ ഷാർപ്പൻ ചെയ്യാനായിട്ട് ഞാൻ അതിനു വേണ്ടി ഒരു ട്രെയിനിങ് എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. ബട്ട് മോസ്റ്റ്ലി എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നത് ഇസ് ദാറ്റ് ദ മോർ ഇന്നർ വർക്ക് ഐ ഡു, ദ മോർ ഇറ്റ് റിഫ്ലെക്ട്സ് ഓൺ മൈ ആർട്ട് എന്നുള്ളതാണ്. സ്റ്റാർ ആവണോ ആക്ടർ ആവണോ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ? വൈ നോട്ട് ബോത്ത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നന്നായി കിഡിലുമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആവുന്നതിൽ എന്താണ് പ്രശ്നം? ദാറ്റ് ഈസ് അച്ചീവബിൾ എന്നുണ്ടെങ്കിൽ. അതെ, ഞാൻ നെയിംസ് എടുക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഷബാന ആസ്മി ഉണ്ട്, ദീപിക പദുക്കോൺ ഉണ്ട്. അപ്പൊ അതിലാരാവും അങ്ങനെ? ഐ വുഡ് ലൈക്ക് ടു ബി ആൻ ആലിയ ഭട്ട്. കാരണം ഷീ ഈസ് എ സ്റ്റാർ ബട്ട് ആൻ അമേസിംഗ് പെർഫോമർ അറ്റ് ദ സെയിം ടൈം. സോ വൈ നോട്ട് എ മിക്സ് ഓഫ് ബോത്ത് എന്നുള്ളതാണ്. പണ്ട് ഇൻസ്റ്റലി സ്ക്രിബിൾസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, എഴുതി വിടുമായിരുന്നല്ലോ. അതിൽ ഈ സ്വന്തം അനുഭവങ്ങളായിരുന്നു അതൊക്കെ, അല്ലെങ്കിൽ അതിൽ പിന്നെ എല്ലാ സ്വന്തം അനുഭവങ്ങളാണ്. എല്ലാം എന്റെ സ്വന്തം. അതിൽ തഴയപ്പെട്ടത് ചതിക്കപ്പെട്ടതിന്റെ ഒക്കെ ചെറിയ ചെറിയ ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ എഴുത്ത് ആക്ച്വലി കമ്പാരിറ്റീവ്ലി വളരെ വളരെ കുറവാണ്. ഇനിയിപ്പൊ അഥവാ ഞാൻ എഴുതുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടല് കുറവാണ്. എഴുതുന്നുണ്ട് എപ്പോഴും. എനിക്ക് ഏറ്റവും ഈസിയസ്റ്റ് വേ ഓഫ് എന്താ പറയാ ഒരു റിലീഫ് എന്ന് പറയുന്നത് എഴുത്താണ്.
സോ ആരെങ്കിലൊക്കെ വിളിച്ച് വിഷമം പറയാന്നുള്ള കാര്യത്തിലൊക്കെ ഞാൻ കുറച്ച് പുറകിലോട്ടാ. ഞാൻ കുറെയൊക്കെ സെൽഫ് ഡിപ്പെൻഡന്റ് ആണ് ആ കാര്യത്തില്. എഴുതുക എന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള റെമഡി. അപ്പൊ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും തോട്ട് വരുമ്പോൾ അപ്പൊ തന്നെ നോട്ട്സിലൊക്കെ കുറിച്ചിട്ട് പിന്നെ ടൈം കിട്ടുമ്പോ അതിനെ ഇലാബറേറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോ ഇൻസ്റ്റഗ്രാമിൽ ഇടലില്ല എന്നുള്ളു. മനുഷ്യർ തഴയുന്നതാണോ സിനിമ തഴയുന്നതാണോ കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത്? ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. അത് ഞാൻ ഇപ്പോഴാണ് അങ്ങനെ ഒരു തോട്ടേ പോകുന്നത്. രണ്ടും ഈക്വലി ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നു. ബട്ട് മേ ബി ഒരു 1% മനുഷ്യർ തഴയുന്നത് തന്നെയായിരിക്കും മോർ പെയിൻഫുൾ. യെസ് യെസ്. നമുക്ക് പ്രൊഫഷണലി എന്തും ഫേസ് ചെയ്യാനും ഡീൽ ചെയ്യാനും ഉള്ളൊരു സ്ട്രെങ്ത് ഒരു പോയിന്റ് കഴിയുമ്പോൾ കിട്ടുമെന്ന് തോന്നുന്നു. ലൈക്ക് അറ്റ്ലീസ്റ്റ് ഫോർ മീ ഇപ്പോൾ ഒരു 6-7 years ആയി എന്താണെങ്കിലും ഫേസ് ചെയ്യാന്നുള്ളൊരു ധൈര്യം അറ്റ് സം പോയിന്റ്. ഇനിയിപ്പോൾ ഇതല്ല എന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ക്രാഫ്റ്റിനെ ഉപേക്ഷിക്കില്ല എന്നുള്ളത് സമ്മതി. അത് വേ ഐ എം ഗോയിങ് ടു ഫൈൻഡ് ഒരു ഔട്ട്ലെറ്റ് ഫോർ ഇറ്റ് എന്നുള്ളത്. അങ്ങനെ അത് ഒരു സൈഡിൽ സെറ്റാണ്. ബട്ട് പേഴ്സണലി നമുക്കൊരു ഡൗൺഫോൾ വരുമ്പം അത് ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര പുറകിലോട്ടാണ്. വെരി 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 പുവർ. സോ കരഞ്ഞ് പിന്നെ ഒറ്റയ്ക്ക് ആരെയും കൂടെ ഇരുന്ന് തരുന്നത് എനിക്കിഷ്ടമല്ല. ബട്ട് പേഴ്സണലി ആൻഡ് ഇമോഷണലി ഞാൻ കുറച്ച് വൾണറബിൾ ആണ്, സെൻസിറ്റീവ് ആണ്, വൾണറബിൾ ആണ്. വീക്കാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സെൻസിറ്റീവ് ആൻഡ് വൾണറബിൾ ആണ്. ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടോ? പിന്നെ യെസ്, ഒരുപാട് വർഷമായിട്ട് കൂടെയുള്ള ആൾക്കാരുണ്ട്. ഫ്രം കോളേജ് 2 പേരുണ്ട്, ഫ്രം സ്കൂൾ ഒരാളുണ്ട്, കോൺസ്റ്റന്റ് ആയിട്ട്. ഇപ്പം നമ്മൾ നമ്മുടെ ഡ്രീംസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ ആളുകൾ വിശ്വസിക്കുന്ന ഒരു ഘട്ടമുണ്ട്, വിശ്വസിക്കാത്തൊരു ഘട്ടമുണ്ട്, വിശ്വസിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പടത്തിൻ്റെ പ്രൊമോഷന് പോണ സമയത്ത് ഒരു യങ് ആക്ടർ, ആൾക്ക് പേടിയാണ് മീഡിയയിൽ അങ്ങനെ പറയാൻ, ഡ്രീംസിനെ പറ്റി പറയാൻ. കാരണം ട്രോൾ ചെയ്യപ്പെടുമോ അല്ലെങ്കിൽ ഇതാക്കപ്പെടുമോ. അത് ഒബ്വിയസ്ലി മീഡിയയിലായ കാരണം എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പേഴ്സണലി ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആഗ്രഹിക്കുന്ന ഇതുകൊണ്ട് അത് ആളുകൾ ഇപ്പൊ തൊട്ടാണ് വിശ്വാസത്തിലെടുത്ത് തുടങ്ങിയത് പ്രിയനെ സംബന്ധിച്ചിടത്തോളം? കോമൺ ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂവില് അങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും എൻ്റെ ഫാമിലിക്കും സിൻസ് ഡേ 1 അറിയാം ദാറ്റ് ഓക്കെ ഷീ ഈസ് സീരിയസ് അബൌട്ട് ദിസ് ആൻഡ് ദിസ് ഈസ് വാട്ട് ഷീ ഈസ് ഗോയിങ് ടു ഡു എന്നുള്ളത്. മേ ബി പറഞ്ഞ പോലെ ഞാനത് ചെയ്ത് എൻ്റെ കഴിവ് തെളിയിക്കുമ്പോഴായിരിക്കും ആൾക്കാർക്ക് അത് കുറച്ചും കൂടിയും സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു വിങ്ക് ചെയ്തു, അത് ഭയങ്കര ഹാപ്പനിങ് ആയി, ബട്ട് ദാറ്റ്സ് ഇറ്റ് എന്നുള്ളൊരു തോട്ട് ഉണ്ടാവാലോ. സോ റൈറ്റ് നൗ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വർക്കിനെ കുറിച്ച് എത്ര സീരിയസ് ആണോ അത് എവിടെയൊക്കെയോ പ്രൊജക്റ്റായി തുടങ്ങിയെന്ന് തോന്നുന്നു. ഈ ആദ്യ സിനിമയ്ക്ക് ശേഷം വന്ന കുറെ പ്രൊജക്ട്സ് കുറെയൊക്കെ ഷെൽവഡ് ആയി പോയിട്ടുണ്ട്. അതിനെങ്ങനെയാ ഉൾക്കൊണ്ടത്? അത് പ്രായം 18-19 ഒക്കെ അല്ലേ? അതിനെപ്പറ്റി ഞാൻ അങ്ങനെ ആലോചിച്ച് ഭയങ്കര വിഷമിച്ചിട്ടൊന്നുമില്ല. ബിക്കോസ് ആ സമയത്തൊക്കെ ഐ ജസ്റ്റ് തോട്ട് ദറ്റ് എവ്രിതിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ ആൻഡ് അത് പ്രോബബ്ലി നല്ലതിനായിരിക്കും എന്നുള്ളൊരു ആ ഒരു മൈൻഡ് സെറ്റാണ് എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. വർക്കിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ആദ്യം ഒരു ഡിജക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഹാപ്പൻ ഫോർ റീസൺ. പിന്നീട് നമുക്ക് വെൻ ബെറ്റർ തിങ്സ് ആർ ഡെലിവേർഡ് ടു യു നമുക്ക് മനസ്സിലാവും ദാറ്റ് ഓക്കെ ദിസ് ഡിഡ്ന്റ് ഹാപ്പൻ ബിക്കോസ് ദിസ് ഹാഡ് ടു ഹാപ്പൻ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്ക് വിഷമങ്ങളോ ബുദ്ധിമുട്ടോ കംപ്ലൈൻസ് ഒന്നുമില്ല. ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നില്ല തുടക്കത്തില്. അതുകൊണ്ടാണ് ഇപ്പൊ മേക്കിംഗ് ക്വാളിറ്റിയിൽ പോലും നോക്കുമ്പോൾ പോലും അത്ര നല്ല രസത്തിലല്ലാത്ത കുറച്ച് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ മീൻ ഇതെന്താ ഇങ്ങനെ ഇതിലാണോ കുട്ടി കൊണ്ടുപോയി തലവെക്കുന്നത് എന്നൊക്കെ തോന്നുന്ന അങ്ങനെ കമന്റ്സ് വരുന്ന ചിത്രങ്ങൾ. അതൊരു പ്രോപ്പർ ഗൈഡൻസ് നമുക്ക് അറിയില്ല ഇൻഡസ്ട്രി, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു. ഡെഫിനറ്റ്ലി ഞാൻ ഒരു കംപ്ലീറ്റ് ഔട്ട്സൈഡർ ആണ്. എനിക്ക് അറിയാവുന്ന ആരും ഉണ്ടായിരുന്നില്ല സിനിമ ഇൻഡസ്ട്രിയിൽ ആ സമയത്ത്. ആൻഡ് ഈ പറയുന്ന പോലെ ഒരു മെൻറ്റോർ എന്നുള്ള രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഹൗ ദിസ് വർക്ക്സ്, ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ് എന്നുള്ളതൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിട്ടില്ല. സോ അതൊക്കെ ഞാൻ എൻ്റെ ആ പ്രായത്തിലെടുത്ത ഡിസിഷൻസ് ആണ് അതൊക്കെ. സോ ഡെഫിനറ്റ്ലി പാളിയിട്ടുണ്ട്. ആൻഡ് ബട്ട് അതിന്നാണല്ലോ നമ്മൾ പഠിക്കുക. ആൻഡ് ഐ ഹവ് ലേൺഡ് ഇറ്റ് ദ ഹാർഡ് വേ. ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ പഠിച്ചതാണ്. സോ ഐ ഫീൽ ലൈക്ക് അതെനിക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ധനുഷിന്റെ കൂടെ വർക്ക് ചെയ്ത അണ്ടർ അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ, അദ്ദേഹത്തെ ഒരു വലിയ ക്രിയേറ്റീവ് ജീനിയസ് ആയിട്ട് എല്ലാവരും വിചാരിക്കുന്നത്. കാരണം ഇത്രയും പടങ്ങൾ ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ലീഡ് ഹീറോ, ഒരു സൂപ്പർ സ്റ്റാർ അപ്പുറത്ത് ഡയറക്റ്റ് ചെയ്യുന്നു, എഴുതുന്നു, അതിൽ ഏറ്റവും അധികം ഇൻവോൾവ്ഡ് ആണ്. ധനുഷിന്റെ അവിടെ നിന്ന് ഒരു കോൾ വരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ
ഒരു ഒരു ഗൈഡൻസ് കിട്ടുക എന്നുള്ളത് എന്താ നീക്ക് തന്നിട്ടുള്ള ഒരു ഒരു ഗിവ് അവേ? ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരുന്ന സമയത്ത് ചെയ്തൊരു ഫിലിമാണ് നീക്ക്. കമ്മിറ്റ് ചെയ്തതല്ല കേട്ടോ, കമ്മിറ്റ് ചെയ്തത് ഒരുപാട് മുന്നെയാണ്. ഷൂട്ട് തുടങ്ങാൻ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് 6 to 8 months ഓഫ് ടൈം ഉണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് മലയാളത്തിൽ നിന്നൊരു ഫിലിമിന്റെ റീസെന്റ് റിലീസായ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ഫിലിമിന്റെ ഓഫർ വന്നിരുന്നു. ഓഡിഷന് വിളിച്ച് ഞാൻ ഓഡിഷനൊക്കെ പോയി. ഞാൻ എപ്പോഴും ഓഡിഷൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഡൗട്ട്ഫുൾ ആണ്, ശരിയായോ ശരിയായില്ലേ എന്ന് ഭയങ്കര ഡൗട്ട്ഫുൾ ആണ്. പക്ഷേ ദിസ് വാസ് ദ ഫസ്റ്റ് ഓഡിഷൻ ഇൻ മൈ ലൈഫ് ദാറ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാനത് തകർത്തു എന്നുള്ള ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. എൻ്റെ കൂടെ എന്നെ അക്കമ്പനി ചെയ്ത ചേച്ചിയായിരുന്നെങ്കിലും മോളെ നിനക്കത് കിട്ടും ഉറപ്പാണ്, നീ അത്ര അടിപൊളിയായിട്ട് ചെയ്തു. അപ്പം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇറങ്ങി വന്നൊരു ഓഡിഷനാണത്. ആൻഡ് ഭയങ്കര അടിപൊളി ഒരു ക്രൂവിൻ്റെ കൂടെയുള്ള ഫിലിമായിരുന്നു. അപ്പോൾ അതൊരു വിത്തിൻ 3 days എനിക്ക് കോള് വരികയും ചെയ്തു, സെയിങ് പ്രിയ ഇന്നാണ് എന്ന് പറഞ്ഞിട്ട്, ഇന്നാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് എന്ന് വെച്ചാൽ മലയാളത്തിൽ എനിക്ക് അങ്ങനെ സംഭവം കിട്ടാന്നുള്ളതിനെ പറ്റി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതും ഞാൻ ഓഡിഷൻ ചെയ്ത് ഓഡിഷൻ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് സെലക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതും വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരുന്നിരുന്നത്. ലാസ്റ്റ് മൊമെന്റിൽ സ്ക്രിപ്റ്റിൽ എന്തൊക്കെയോ ചേഞ്ചസ് വന്നിട്ട് ഐ ഗോട്ട് റീപ്ലേസ്ഡ് ഇൻ ദാറ്റ് ഫിലിം. അത് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു 3-4 days മുന്നെയാണ് ഞാൻ അറിയുന്നത്. കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയി. ഇപ്പം നേരത്തെ ചോദിച്ച പോലെ സിനിമ തഴയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം എന്താണെന്നുള്ളത്, യൂഷ്വലി നമ്മൾ പ്രിപ്പയർഡ് ആണ് റിജക്ഷൻസ്. ഇപ്പോൾ ഓഡിഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓഡിഷനെ പറ്റി മറക്കുക, അതായത് വരുമോ വരില്ല എന്നുള്ളത് മറക്കുക. ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലാണ് എപ്പോഴും ഇരിക്കാറ്. അപ്പോൾ ഇത് അങ്ങനെ ഇരുന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു സംഭവമായിരുന്നു. അപ്പം ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു അത് ചെയ്യാനായിട്ടും, യുനോ ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് ബിഗ് പ്രോജക്റ്റ് എന്നുള്ളതൊക്കെ. അത് ഒരു കപ്പിൾ ഓഫ് ഡേയ്സ് മുന്നേ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ റീപ്ലേസ് ആയി എന്ന് അറിഞ്ഞപ്പം ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ ആയിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അതായത് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട്, ഓൾസോ എന്താ പറയാ, പടത്തിന് വേണ്ടിയിട്ടുള്ള ഡാൻസ് റിഹേഴ്സൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഒരു 5 to 6 days ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഫുള്ളി പ്രെപ്ഡ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ റീപ്ലേസ് ആവുന്നത്. അപ്പോൾ ഭയങ്കര ഡിജക്റ്റഡ് ഫീലിംഗ് ആയിരുന്നു. അതായത് കഴിഞ്ഞ വർഷമാണോ? യെസ്, കഴിഞ്ഞ വർഷമാണ്, സംവെയർ അറൗണ്ട് ദാറ്റ് ടൈം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നീക്കിൻ്റെ ഷൂട്ടിന് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇങ്ങനെ ഫുള്ളി സെൽഫ് ഡൗട്ടിലാണ്, ഇവരെന്താണ് എന്നെ മാറ്റിയത് എന്നുള്ളൊരു കംപ്ലീറ്റ്ലി ഇങ്ങനെ ലോ ആയിട്ടിരിക്കുന്ന ഒരു ടൈമിലാണ് നീക്കിൻ്റെ ഷൂട്ടിന് പോകുന്നത്. നീക്കിൻ്റെ ഷൂട്ടിന് പോയ സമയത്ത് ധനുഷ് സാർ എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് സെക്കൻഡ് സ്കെഡ്യൂളാണ് കേട്ടോ. ഫസ്റ്റ് സ്കെഡ്യൂൾ ഒരു 3 days ഷൂട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ സെക്കൻഡ് സ്കെഡ്യൂളിന് പോകുന്നത്. സെക്കൻഡ് സ്കെഡ്യൂളിന് പോയപ്പം ധനുഷ് സാറിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഇങ്ങനെ ലോ ആയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു ഫിലിം ഉണ്ടായിരുന്നു, അതിൽ ഐ ഗോട്ട് റീപ്ലേസ്ഡ്, ബട്ട് അതിൻ്റെ ചെറിയ മൂഡ് ഓഫ് ഉണ്ട് എന്ന രീതിയിൽ. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് എഡിറ്ററിനെ വിളിച്ച് സാർ എൻ്റെ കൂടെ ഇരുന്നിട്ട് അതുവരെ എൻ്റെ ഷൂട്ട് ചെയ്ത പോർഷൻസ് വിത്ത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. സാർ പറഞ്ഞു, ഞാനിത് ആർക്കും വേണ്ടി ചെയ്യാറില്ല, പക്ഷേ പ്രിയ യു ഷുഡ് വാച്ച് ദിസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ബിറ്റ്സ് കാണിച്ചു തന്നു. കാണിച്ചു തന്നിട്ട് സാർ പറഞ്ഞു, ഞാൻ ഭയങ്കര ജെന്യുവൻ ആയിട്ട് എൻജോയ് ചെയ്തു വാച്ചിങ് യു ഓൺ സ്ക്രീൻ. ലൈക്ക് ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ചിരി വരുന്നുണ്ട്, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ആൻഡ് യു ആർ എ വെരി ഗുഡ് പെർഫോമർ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും മനസ്സിൽ വെക്കണ്ട. ആൻഡ് ഹീ ടോൾഡ് മീ ഹിസ് എക്സ്പീരിയൻസസ്. ഒരു പടത്തിൽ റീപ്ലേസ് ആയിട്ട് അടുത്ത പടത്തിൽ ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ അവാർഡ് കിട്ടി. ഇതൊക്കെ പുള്ളിക്കാരൻ ഷെയർ ചെയ്തിട്ട് പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഹാപ്പൻസ്, സംതിങ് ബെറ്റർ ഇസ് ഓൾവേസ് വെയിറ്റിംഗ് ഫോർ യു. അതുകൊണ്ടാണ് അത് സംഭവിക്കാണ്ടിരുന്നത്. ആൻഡ് ഞാൻ ഭയങ്കര സെൽഫ് ഡൗട്ടിൽ നിന്നിരുന്നൊരു സമയത്താണ് ധനുഷ് സാർ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് തരുന്നത്. ഒരു പുള്ളിയുടെ കാലിബറിൽ നിൽക്കുന്ന ഒരാൾക്ക് അത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനോ ലോ ആയിരുന്നോട്ടെ, എൻ്റെ സെൽഫ് എസ്റ്റീം ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്തു. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ജസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. ദാറ്റ് ഈസ് ധനുഷ് സർ. അപ്പം എനിക്ക് ആ പടത്തിലാണെങ്കിലും നീക്കിലാണെങ്കിലും എനിക്ക് അഭിനയിക്കുമ്പം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് ആ സിനിമ ചെയ്യുന്ന സമയത്ത്. കാരണം അത്രയും വലിയൊരു ആക്ടറിന്
ഹാഡ് സോ മച്ച് ഫെയ്ത്ത് ഇൻ മീ. കാരണം ധനുഷ് സാർ യൂഷ്വലി ധനുഷ് സാറിന്റെ ആർട്ടിസ്റ്റിന് ചെയ്ത് കാണിച്ചു കൊടുക്കും, പെർഫോം ചെയ്ത് കാണിച്ചു കൊടുക്കും, അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ബട്ട് ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചെന്ന സമയത്ത് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, പ്രിയക്ക് ഞാൻ അഭിനയിച്ച് കാണിച്ചു തരില്ല, ഞാൻ പെർഫോം ചെയ്ത് കാണിച്ചു തരില്ല, എനിക്ക് പ്രിയയുടെ സ്റ്റൈൽ എന്താണോ അതാണ് വേണ്ടത് ഇൻ ദ ഫിലിം, ദാറ്റ് ഈസ് വാട്ട് പ്രീതി ഈസ് ആൻഡ് ഐ വോണ്ട് യു ടു ഡു ദാറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു അപ്കമിങ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അതിലും വലുതായിട്ട് ഒന്നും സംഭവിക്കാനില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഹി ഹാഡ് കോൺഫിഡൻസ് ഇൻ മീ, ഹി ഹാഡ് ഫെയ്ത്ത് ഇൻ മീ. നിന്റെ സ്റ്റൈലിൽ എന്താണെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുക, എനിക്ക് അത് മതി എന്നുള്ളൊരു സ്പേസ്. സോ ദാറ്റ് വാസ് സ്നീക്ക് ഫോർ മീ. ഈ ഒരു ഫ്ലോ ചാർട്ട് പോലെ അതിലിങ്ങനെ മറ്റേ എന്തൊക്കെയാണ് ജീവിതം, എന്തൊക്കെയാണ് ഈ ഹോം മേക്കർ ആണെങ്കിൽ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ ആ ക്യാരക്ടറിന്. അത് പറയണതും അതുപോലെ തന്നെയാണല്ലോ, ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഒക്കെ സ്വന്തം ഇതാണല്ലോ, സ്വന്തം ഇംപ്രവൈസേഷൻ ആണ്. ഡയലോഗ്സ് ആക്ച്വലി ഈ പറഞ്ഞ പോലെ സാർ അതും നമ്മൾ ഓൺ ദി സ്പോട്ടാണ് കേട്ടോ ഇംപ്രവൈസ് ചെയ്യുക. ചെയ്ത 2 തമിഴ് ഫിലിംസിലും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, ഒബ്വിയസ്ലി സ്ക്രിപ്റ്റ് സൈഡ്സ് ഉണ്ടാവും, പക്ഷെ നമ്മൾ അപ്പം ഇരുന്നത് ഇംപ്രവൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഭയങ്കര ക്വിക്കായിട്ടാണ്. ധനുഷ് സാർ തന്നെയാണ് വന്ന് പറയാം, ഓക്കെ ഇതാണോ അതാണോ ചോദിക്കുക, ഇതാണോ ഇതാണോ ചോദിക്കുക. അപ്പൊ അതിനൊന്നും സൈഡ്സ് ഇല്ല. അപ്പം അതൊക്കെ സാറ് വന്ന് അപ്പ പറഞ്ഞു തരുന്നത് അപ്പ ചെയ്യാന്നുള്ളതാണ്. പ്രിയ ഏറ്റവും അധികം ബാധിച്ചൊരു പ്രധാന കാര്യം ഈ ആദ്യ സിനിമയുടെ റിലീസിന് ശേഷം അവർ പ്രിയയെ പറ്റി പറയുന്ന ചില കാര്യങ്ങളായിരുന്നു. അത് കുറച്ചും കൂടി മെച്ചുവേർഡായിട്ട് ആ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ പ്രിയയുടെ സൈഡിൽ നിന്നോ ഡീൽ ചെയ്യണമെന്ന് പിന്നെ ഒരു വിചിന്തനം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു 18 വയസ്സ് ആയ ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്ന ബോധം വെച്ചിട്ട് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് ഞാൻ അന്ന് ഡീൽ ചെയ്തത്. അതിൻ്റെ അപ്പുറത്തേക്ക് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് മീ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഒബ്വിയസ്ലി പ്രായത്തിൽ മൂത്ത കുറേ ആൾക്കാർക്ക് അത് കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യായിരുന്നു ഡെഫിനറ്റ്ലി. ബട്ട് യാ, ആൻഡ് ദാറ്റ് സ്റ്റിൽ കണ്ടിന്യൂസ്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ പലപ്പോഴായിട്ടും കാണാറുണ്ട്. ബട്ട് ഞാൻ അന്നും ഇന്നും എടുക്കുന്ന സ്റ്റാൻഡ് ഇസ് മൈ സ്റ്റാൻഡ് ഓഫ് സൈലൻസ്. ലൈക്ക് ഞാൻ പലപ്പോഴായിട്ട് കോമൻസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്, വേർ പീപ്പിൾ ആർ ലൈക്ക് വന്ന വഴി മറക്കരുത്, അല്ലെങ്കിൽ നന്ദികേട് കാണിക്കരുത്. മൈ വേ ഓഫ് ഷോയിങ് ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ത്രൂ മൈ സൈലൻസ്. ഞാൻ മിണ്ടാതിരിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ ഒരു രീതിയിലും പ്രതികരിക്കാതെയും കമൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ വേ ഓഫ് ഷോയിങ് റെസ്പെക്ട് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ ഫിൽമോഗ്രഫിയിൽ ആ പടം കൊണ്ട് തുടങ്ങേണ്ടിയിരുന്നു, അങ്ങനെ തോന്നിയ സന്ദർഭങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അത് ആ ഒരു സിനിമ ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയാ ഫെനോമിന സംഭവിക്കില്ലായിരുന്നു, ആ റെക്കഗ്നേഷൻ കിട്ടില്ലായിരുന്നു. അതൊക്കെ എന്തായാലും ഇറ്റ്സ് എ ഫാക്ട് ആൻഡ് അത് ഞാൻ അക്നോളജും വാലിഡേറ്റും ചെയ്യുന്നൊരു കാര്യമാണ്. ബട്ട് ദാറ്റ്സ് ദ ഫാക്ട്, അത്രേ ഉള്ളൂ. ഒരുപാട് ബ്രാൻഡുകളൊക്കെ എൻഡോസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്, ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യുന്ന ആളാണ്. പക്ഷെ വളരെ കോൺഷ്യസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ ആളുകൾ ഭയങ്കര ഒരു ബൂം വരുമ്പോൾ എൻഡോസ് ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ അങ്ങനെ പ്രിയ ചെയ്തത് കണ്ടിട്ടില്ല. അതിലൊരു റെസ്പോൺസിബിൾ ആവണം, കോൺഷ്യസ് ആവണം, അങ്ങനെ ഒരു നിർബന്ധമുണ്ടോ? ഡെഫിനറ്റ്ലി. നല്ല ബ്രാൻഡ്സിന്റെ കൂടെ അല്ലാതെ കൊളാബറേറ്റ് ചെയ്യാനേ എനിക്ക് കുറച്ചൊരു മടിയാണ്. ഒത്തിരി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ്സിന്റെ പ്രൊമോഷൻസ് ആണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. ഓൾറെഡി ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് ഓൾറെഡി അത്രയും അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് ആയിരിക്കും ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്ന ബ്രാൻഡ്സ്. കാരണം നമുക്ക് പലപ്പോഴും ഈ പറയുന്ന പോലെ നമ്മൾ എൻഡോസ് ചെയ്യുന്ന സാധനത്തിന്റെ ഒത്തന്റിസിറ്റി എന്താന്നുള്ളത് ചിലപ്പോൾ ചെക്ക് ചെയ്യാനുള്ളൊരു ടൈമോ ഒന്നും, ഒരു പീരിയഡ് ഓഫ് ടൈമോ ഒന്നും കിട്ടിയെന്ന് വരില്ല. സോ നമ്മളത് ചെയ്യുമ്പം കെയർഫുൾ ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള ഈ ഫോളോവേഴ്സ്, വെൽ വിഷേഴ്സ്, അവർ പടത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആവാത്തത് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ബിക്കോസ് ദാറ്റ്സ് നോട്ട് നെസസറി. നോ, നമ്മള് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും പടങ്ങൾ നമ്മൾ ഇപ്പം നമ്മളാണെങ്കിലും പേഴ്സണലി പോയി കാണുന്ന ആൾക്കാരാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദ ഫിലിം ഇസ് ഡൂയിങ് ഓർ ഹൗ ദ സ്ക്രിപ്റ്റ് ഓർ ദ സ്റ്റോറി ഈസ്. അതിൽ ഇന്നൊരാളുണ്ട് എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു ലാലേട്ടനോ മമ്മൂക്കയോ ആയിരിക്കണം ആ ഒരു ഇനിഷ്യൽ പുഷ് കിട്ടണം എന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ സ്ട്രോങ് യുവർ സ്ക്രിപ്റ്റ് ഇസ്. കോണ്ടന്റ് എത്ര സ്ട്രോങ് ആണോ അത് മാത്രമേ ആൾക്കാരെ കൺവേർട്ട് ചെയ്യുള്ളൂ, ഓഡിയൻസിനെ കൺവേർട്ട് ചെയ്യുള്ളൂ. അതല്ലാതെ നമ്മളൊരു സിനിമയിൽ ഉണ്ടിച്ചിട്ട് അവർ പോയി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയ എന്താ ഭയപ്പെടുത്തുന്നത്? മോശം സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടൊരു നല്ല സംവിധായകനാണോ, ഒരു മോശം സംവിധായകനായിട്ട് ഉണ്ടാവുന്ന ഒരു നല്ല സ്ക്രിപ്റ്റ് ആണോ? രണ്ടും ബുദ്ധിമുട്ടല്ലേ? രണ്ടും ബുദ്ധിമുട്ടാണ്. കാരണം ചിലപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴുള്ള വിഷൻ മേക്കിങ്ങിൽ പോയാൽ തീർന്നു. അങ്ങനെ അനുഭവം ഉണ്ടോ? പിന്നെ
അതല്ല അങ്ങനെ നേരത്തെ പറഞ്ഞത് ഒരുപാട് സ്ഥലത്ത് പാളിയിട്ടുണ്ട്. സോ നമ്മൾ കാണുന്ന ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ തന്നെ വർക്കാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പ്രിയ വന്നിട്ട് എനിക്ക് മുഴുവൻ സ്ക്രിപ്റ്റ് കേൾക്കണം, അല്ലെങ്കിൽ ഫോൺ ജനറേഷൻ അല്ലാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇതിനെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുമോ, ക്യാരക്ടർ ആർക്കിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാലും നമ്മൾ ചിലപ്പോൾ ഔട്ട്കാസ്റ്റ് ആവുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ. ഇല്ല, എന്നാലും ഞാൻ ചോദിക്കുമായിരുന്നു, അന്നും ചോദിക്കുമായിരുന്നു, ഇന്നും ചോദിക്കുമായിരുന്നു. സിനോപ്സിസ് തൊട്ട് ഒരു കംപ്ലീറ്റ് നെറേഷൻ തൊട്ട് ക്യാരക്ടറിന്റെ ആർക്ക് എന്താണെന്നുള്ളത് എല്ലാം ചോദിക്കുമായിരുന്നു. അന്നും ചോദിക്കുമായിരുന്നു, ഇന്നും അത്യാവശ്യമായിട്ട് ചോദിക്കുവാണ്. സോ അവനങ്ങനെ ഒരു പേടിയൊന്നും ഉണ്ടായിട്ടില്ല നമ്മള്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അഡ്വാൻറ്റേജ് ഓർ ഡിസഡ്വാൻറ്റേജ് നമ്മളാണത് ഫേസ് ചെയ്യേണ്ടത്. വേറെ ആരും അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പോകുന്നില്ല. സോ ഇറ്റ്സ് ആർ ചോയ്സ്. നമ്മുടെ ഫ്രീ വില്ലാണല്ലോ നമ്മൾ എന്ത് ചൂസ് ചെയ്യണം വേണ്ട എന്നുള്ളത്. അപ്പോൾ നമ്മളത് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് മോശമായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇറ്റ് വാസ് ആർ ചോയ്സ്. അപ്പോൾ ആ ചോയ്സ് നമ്മൾ മേക്ക് ചെയ്യുമ്പം സ്മാർട്ടായിട്ട് എല്ലാം ചിന്തിച്ച് കണക്ക് കൂട്ടി ചോയ്സ് മേക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഇപ്പം ചോയ്സ് ഓഫ് വാച്ചിങ് എങ്ങനെയാണ്? ഇപ്പം അഡോളസൻസിനെ പറ്റി എല്ലാവരും സംസാരിക്കുന്നു, അപ്പോൾ പോയി അത് കാണുന്നു, അങ്ങനെയാണോ? അതോ പ്രിയക്ക് ഇഷ്ടമുള്ള മേക്കേഴ്സ് അങ്ങനെയുള്ള സബ്ജക്ട്സ് അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ വാച്ച് ചെയ്യാറില്ല, ഒന്നും വാച്ച് ചെയ്യാറില്ല. ഇറ്റ്സ് ഐദർ വേർഡ് ഓഫ് മൗത്ത്. ഇപ്പം എൻ്റെ അടുത്ത സുഹൃത്തുക്കളോ ആരെങ്കിലും ഇന്ന ഷോ കണ്ടു നോക്ക് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണും. കാരണം എൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് എൻ്റെ ക്ലോസ് സർക്കിളിന് അറിയാലോ. അപ്പം ഞാൻ എന്ത് ടൈപ്പ് ഓഫ് മൂവീസോ സീരീസാണ് കാണാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അവരെനിക്ക് അങ്ങനത്തെ എൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ റെക്കമെൻഡും ചെയ്യുള്ളൂ. അല്ലാത്തത് ചിലപ്പോൾ കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങൾ ഞാൻ കാണാനിരുന്ന് കഴിഞ്ഞാൽ അതെന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര എന്താ പറയാ സെലക്റ്റീവായിട്ട് കാണാറുള്ളൂ. അങ്ങനെ ഹൈപ്പ് ഉണ്ടിച്ചിട്ട് അങ്ങനെ എല്ലാം കാണാറൊന്നുമില്ല. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ജിംഷി കാലത്തിനോട് സംസാരിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ഷൈജു, അപ്പൊ അദ്ദേഹത്തിന് വളരെ സ്പെസിഫിക് ആണ്, ഇന്ത്യൻ കോണ്ടന്റ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അത് കണ്ടാൽ മതി. ജിംഷി അപ്പുറത്തെ കുറച്ചുകൂടി ഫോറിൻ കണ്ടന്റ് കൂടി കാണുന്നുണ്ട്. ഒരു കോണ്ടന്റ് കാണുന്നതിൽ ഇപ്പൊ പ്രിയ ഞാനൊരു പെർഫോമറാണ്, ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, അങ്ങനെ നോക്കി പടം കാണുന്ന ഒരു പ്രിയവാരുണ്ടോ? ഇല്ല, ഐ ഫീൽ ലൈക്ക് ആ ഒരു സെൻസിലെ എല്ലാ ഫിലിംസും ഹെൽപ്പ് യു ഇൻ സം വേ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ന പടത്തില് മാത്രം ആണ് ഭയങ്കര പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ നമ്മൾ കാണുന്ന എല്ലാ ഫിലിംസിലും എന്തെങ്കിലും ഒന്ന് നമുക്ക് പിക്ക് ചെയ്യാനുണ്ടാവും. ഇപ്പൊ ചിലപ്പം ഏതെങ്കിലും ഒരു സിനിമയില് എന്താ പറയാ ഭയങ്കര ഈസി ആയിട്ട് ഇമോട്ട് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം ഈ പറഞ്ഞ പോലെ ചിത്രമ്പലത്തിലൊരു നിത്യ മേനൻ ചെയ്തൊരു ക്യാരക്ടർ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷെ അതിന്റെ നുവാൻസസ് ആർ ഡിഫിക്കൾട്ട്. അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ഈ പറയുന്ന പോലെ എന്താ അവാർഡ്സ് വിൻ ചെയ്ത് ഇപ്പൊ ഒരു സബ്സ്റ്റൻസ് പോലത്തെ ഒരു ഫിലിമില് ഡെമി മോർ ചെയ്യുന്ന ക്യാരക്ടർ ആണെങ്കിൽ അത് ആ എക്സ്ട്രീമിലാണ്, ഇത് ഈ എക്സ്ട്രീമിലാണ്. പക്ഷെ അഗൈൻ നുവാൻസസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഏത് കൈൻഡ് ഓഫ് ഒരു ഫിലിം കാണുമ്പോഴും നമുക്ക് ആ നുവാൻസസ് എന്തെങ്കിലുമൊക്കെ പിക്ക് ചെയ്യാനുണ്ടാവും. സോ ഞാനെല്ലാം എനിക്ക് കാണാൻ ഇഷ്ടമുള്ള എല്ലാം കാണുന്ന ഒരു ആളാണ്. അത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഹെൽപ്പ് ചെയ്യുന്നില്ല അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. ഈ ലോക സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ നടക്കുന്ന ഡിസ്കഷൻസ് ഉണ്ടല്ലോ. ഇപ്പം ഈ ആക്ടർ ആയാലും തന്നെ പടങ്ങളൊക്കെ കാണണം. ഇപ്പം ആലിയ ഭട്ടൻ്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ട് അവർ കരിയറിൽ വന്നിട്ട് കുറെ കാലമായിട്ട് അവർ ഗോഡ് ഫാദർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഗോഡ് ഫാദർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അങ്ങനെ നീ ആക്ടറാണോ, നീ ഇത് കാണണം, അങ്ങനെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തോ അല്ലെങ്കിൽ പറഞ്ഞ പടങ്ങളുണ്ടോ? ആ പിന്നെ ഇഷ്ടംപോലെ ഫിലിംസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ആരെങ്കിലും പുഷ് ചെയ്താൽ ഞാനത് കാണൂല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെ, കൊറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോ ഞാനത് കാണില്ല. അപ്പോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ക്ലാസിക്സ് ഒരുപാട് പടങ്ങൾ ആൾക്കാർ റെക്കമെൻഡ് ചെയ്തിട്ട് പിന്നെ എനിക്ക് തോന്നണം, എനിക്ക് തോന്നുമ്പോ ഞാനിരുന്ന് കാണും. അത് എന്തായാലും എന്റെ വാച്ചിങ് ഇറ്റ് എന്തായാലും കാണും. ഈ അടുത്താണ് ഞാൻ ഷൈനിങ് ഒക്കെ കാണുന്നത്. അപ്പം അങ്ങനത്തെ കുറെ ക്ലാസിക് ഫിലിംസ് റെക്കമെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ മടി കാരണം ഇങ്ങനെ മാറ്റി വെക്കും. പിന്നെ എന്തായാലും എന്റെ വാച്ചിങ് ഇറ്റ് കാണും. ഓരോ വട്ടം കാണുമ്പോഴും ഓരോ പെർസ്പെക്റ്റീവ് കിട്ടിയിട്ടുള്ള പടം ഏതാ? ഓരോ ഏജിൽ നമ്മൾ കാണുമ്പോഴും ഓരോ പോലെ തോന്നുന്നു. അങ്ങനെ ഒരു പടം ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ പെട്ടെന്ന്
പറയാനറിയില്ല. എക്സാമ്പിൾ 96 എടുക്കുകയാണെങ്കിൽ പ്രേമിക്കുന്നവർക്ക് ആ പടം കാണുമ്പോൾ ഒന്നായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു രീതിയിൽ അവരുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം പറ്റിയിരിക്കുകയാണെങ്കിൽ അത് കാണുമ്പോൾ അതായിരിക്കും. കല്യാണം കഴിഞ്ഞവർക്ക് 96 കാണുമ്പോൾ ഉണ്ടാവുന്ന ഇമോഷൻ വേറെയാണ്. ഇപ്പൊ ഗെറ്റ് ടുഗദർ കഴിഞ്ഞ വന്നിട്ട് ഒരാൾ 96 കാണുകയാണെങ്കിൽ അയാൾക്ക് വേറെ ആയിരിക്കും. അങ്ങനെ തോന്നിയൊരു പടം ഉണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നത് 96 ഒക്കെ ഞാൻ അന്നും ഇന്ന് കാണുമ്പോൾ ഇരുന്ന് മൂങ്ങാന്നുള്ള അവസ്ഥയുള്ളൂ. സോ അതിലെനിക്ക് അങ്ങനെ ഭയങ്കര പെർസ്പെക്റ്റീവ് ഡിഫറൻസോ അല്ലെങ്കിൽ പടത്തിലെ സബ്ജക്ട് കാരണമാണോ പോകുന്നത് അതോ കണക്ട് ആയിട്ട് പോകുന്നതാണ്? രണ്ടും ഓഫ് കോഴ്സ്. അത് ഒന്നാമത് 96 കാണുന്നത് കോളേജ് ഫസ്റ്റ് ഇയറിൽ ആ സമയത്തൊക്കെയാണ് കാണുന്നത് തന്നെ. ആ സമയം തൊട്ടേ മറ്റേ ഇങ്ങനെ എന്തൊരു സിനിമയാണ്, ഭയങ്കര ഹെവി ഹാർട്ടായിട്ട് കണ്ടൊരു ഫിലിമാണ്. അപ്പം കുറെ കാലം എൻ്റെ ഫോണിന്റെ റിംഗ് ടോണൊക്കെ കാതലയൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു ഫിലിമാണ്. കറക്റ്റ് സിനിമയാണ് പറഞ്ഞത് 96. അപ്പോൾ ആരുടെ കൂടെ ഇപ്പോൾ പുതിയതായിട്ടൊരാൾക്കൊരു സിനിമ റെക്കമെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൂടെ ഇരുന്നൊരു സിനിമ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ 96 ആയിരിക്കും ഉണ്ട്. എനിക്കിപ്പോഴും ബോംബെയിലുള്ള ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇരുന്ന 96 കാണിച്ചു കൊടുത്തിട്ടുണ്ട്, തമിഴ് അറിയാത്ത ആൾക്കാർക്ക്. അവരിങ്ങനെ സബ് ടൈറ്റിൽസും വായിച്ചിട്ട് ഓക്കെ അങ്ങനെ വരെ ഉണ്ടായിട്ടുണ്ട്. സോ പേഴ്സണലി കണക്ട് ചെയ്യുന്നൊരു ഫിലിമാണ്. അപ്പം എന്തൊരു ഫിലിമാണെങ്കിലും ഐ ഫീൽ ലൈക്ക് ഞാനതിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കീറി മുറിച്ച് ഇതിലെങ്ങനെ പെർസ്പെക്റ്റീവ് ഡിഫറൻസ് അങ്ങനെയൊന്നുമല്ല. ഞാൻ അതിൻ്റെ ഭയങ്കര സട്ടിലായിട്ടുള്ള ഇമോഷൻ മാത്രമാണ് ഐ ക്യാരി ദാറ്റ് വിത്ത് മീ. അതിപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഒരു 2 ദിവസത്തേക്ക് ഉണ്ടാവും എനിക്ക്. എന്ത് കൈൻഡ് ഓഫ് ഒരു ഫിലിമാണെങ്കിലും ഞാൻ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ് ബൈ ദിസ് മീഡിയം. ഭയങ്കര ഐറോണിക് ആണ് മീ ബീങ് ആൻ ആക്ടർ സേയിങ് ദാറ്റ് യുനോ നമുക്കൊരു ആ ഒരു ഫാന്റസീന്റെ ഇതിന്റെ ഒരു തിൻ ലൈൻ ഉണ്ടല്ലോ, അത് ആസ് എൻ ആക്ടർ എനിക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. സോ ഇതിപ്പോൾ ഞാൻ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു മെയ്യഴകൻ പോലത്തെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ 2 ദിവസം സങ്കടമല്ല നോസ്റ്റാൽജിയ അങ്ങനത്തെ ഒരു മൂഡിലായിരിക്കും. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിപ്പോൾ നല്ല സിനിമയാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി പിന്നെ അടുത്ത 2 ദിവസം അതിൻ്റെ മൂഡിലാണ്. സോ ഞാൻ അങ്ങനെ ഭയങ്കര കീറിമുറിച്ച് പെർസ്പെക്റ്റീവ്സ് കണ്ടുപിടിച്ച് എന്താ പറയാ സബ്ജക്റ്റ് അങ്ങനെ നോക്കുന്ന ഒരാളല്ല. അതിന്റെ ആയിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ടല്ലോ ഒരു ഫിലിമിന്റെ, അത് മാത്രമേ ഞാൻ എടുക്കുള്ളൂ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.